മുതലാളിയേ, മുതലാളി, മുതലാളി. എഴുന്നേക്കടാ. എന്നെ ഉറക്കവാടാ ഇത്. പോയി സാധനം മേടിച്ചോണ്ടോടാ. പിടിച്ചോ. ആ എവിടെ ഇരുന്നാടാ പെരിച്ചായി? പാട്ട് കഴിഞ്ഞിട്ട് മണിക്കൂറൊന്ന് കഴിഞ്ഞില്ലേ? കാള വലിഞ്ഞ് എത്തണ്ടേ ലാസറി ചേട്ടാ? ഓ, 2 കുപ്പി. രണ്ടാ? അപ്പൊ ദിവാര ഈ ഓനച്ച മുതലാളി പറഞ്ഞു വന്ന കാര്യം എന്നതാ? ഈ പുഴയിലെ സ്വർണത്തിന്റെ കാര്യം. റേഷൻ കടയും ഇത്തിരി തോട്ടവും ബ്ലേഡും ഒക്കെ ആയിട്ട് ഈ പാവപ്പെട്ട മുതലാളിയുടെ വണ്ടി അല്ലലില്ലാതെ മുമ്പോട്ട് പോകും. പക്ഷേ കൂട്ടത്തിൽ നടക്കുന്ന നീ കൂടി പച്ച പിടിച്ചാലല്ലയോ ഈ മുതലാളിയുടെ മനസ്സൊന്നറിയൂ. അതുകൊണ്ട് നിന്റെ വലിയ തള്ള പറയുന്ന പോലെ നീ പുഴയിലൊന്ന് ഇറങ്ങടാ. നീ ഇറങ്ങിയ സ്വർണം വാരാം. സ്വർണം കോപ്പ എന്നാ വഴിക്ക് നോക്കണ്ട. ഉള്ള നേരം കൊണ്ട് മാന്യമായിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ ദിവാകരൻ അറിയാം. അല്ല, പകല് പണി കഴിഞ്ഞ് കൂര കയറുന്നതിന് മുമ്പ് അയ്യപ്പസ്വാമിക്ക് ഒരു ടച്ച്. രൂപ 100 പോക്കറ്റ് വീണേ. 8 മുറിക്കിലെന്ന് ഭജന പാടിയിട്ടേ കുത്തിരി പിടിച്ച് കാശ് വാങ്ങുന്ന ചെറ്റത്തരാ. തനി ചെറ്റത്തരം. എന്ത് ചെറ്റത്തരം? നിന്റെ തന്ന കള്ളഞ്ചാമന്റെ കുലത്തോടിനേക്കാൾ വേണ്ട ഇത്. ഒന്നിൻ ചെലവും കണ്ട് നിനക്കൊക്കെ ജീവിക്കാം. ദിവാകരൻ അത് പറ്റിയല്ല. ദിവാകരൻ പണിയെടുത്തിട്ടുണ്ടെങ്കിലേ കാശ് ഞാൻ വാങ്ങിച്ചിരിക്കും. അത് ഏത് അയ്യപ്പസ്വാമിയായാലും കൊള്ളാം, ഏത് മുന്നിലായാലും കൊള്ളാം. കേട്ടോ, നീ ദിവാകരൻ നേരെ കയ്യോങ്ങലടാ. അറിയും ഞാൻ. എന്നോട് മിണ്ടല്ല രണ്ടാളും. ചമ്രാമതിക്ക് കാവൽ നിർത്തിയിട്ട് പോയതല്ലേ, മറകാളിക്ക് കൂട്ടാക്കിട്ട് പോയതല്ലേ. കൊല്ലത്രേ. ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ. നിങ്ങളുടെ വാതിലോടി മന്ത്രമൊന്നും എനിക്കറിയില്ല. ആളോരെന്താ പറയണത്? നടക്കും. നിർത്ത്. ആ മുറുക്കാങ്ങോട്ട് എടുത്തേ. പാമ്പ് കടിക്കാൻ തൂക്കിയെടുത്തോണ്ട് പോവാം. വേണ്ട, നീ പോണ്ട, ഞാൻ പോവാം. ദേ ഈ സീർട്ടയിലാവുമ്പം ഇങ്ങ് പോരും. എന്തുവാണോ ആളെ പഠിപ്പിക്കുന്നേ? ഞാനോ? ഞാൻ ഓർത്തു പോയെന്ന്. ഒന്നേ ഉള്ളൂ. പോരെ? ഞങ്ങള് 3 പേരില്ലടോ. അതാരാ 3 പേര്? ഞാനും എന്റെ ആമ്പർന്നമാരും. അയ്യോ, എന്റെ കണ്ണൻ കുഞ്ഞും പെണ്ണും കർക്കിടകത്തിലെ മലവെള്ളത്തിൽ ഒലിച്ചു പോകുമ്പോ ദിവാകരന് വയസ്സ് 4. മേലാകെ കരപ്പനും. പൊടി വെച്ചിട്ടും മരുന്ന് തേച്ചിട്ടും മാറണ്ടേ. അതിന്റെ കൂടെ പെരുമഴ തീർന്നതും ഊരാകെ മലമ്പനി അങ്ങ് പരന്നു. ചീങ്കണ്ണിപ്പാറയും കാളിത്തറയും മൂടി ആറ്റുവെള്ളം കുടിക്കകം വരെ എത്തി. ഒട്ടുമിക്ക പേരും ഈറ്റച്ചങ്ങാടങ്ങളിൽ പ്രാണനും കൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ മാത്രം പാതി ജീവനുള്ള കുഞ്ഞിനെ നെഞ്ചത്തടക്കി ഒരേ ഇരിപ്പ്. കൂട്ടിന് എന്റെ ആമ്പർണവന്മാരും പറകാളിയും മാത്രം. അങ്ങനെ കുറെ ദണ്ണിച്ചു തടി തിരിച്ചെടുക്കാൻ. പക്ഷെ എന്താ ഗുണം? വണ്ടിക്കാളിയായിട്ട് തെക്ക് വടക്ക് നടക്കുകയല്ലേ. ഇങ്ങനെ നടക്കേണ്ടവനാണോ ഇവൻ? ആണോ? കേക്കുന്നുണ്ടോ? കാണുന്നുണ്ട്. ആച്ചോമ്മയുടെ പഴങ്കഥ കേട്ട് സമയം പോയതറിഞ്ഞില്ല. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നാളെ ചരക്ക് വരുന്ന ദിവസമാണ്. ഞാൻ വെളുപ്പിന് ഇങ്ങ് പോരാ.
കൊന്ത പൊട്ടി മുതലാളി പോണ്ടേ? പോവാം ചോറെടുത്ത് വെച്ചു. കൊണ്ടുപോയില്ലേ ഇതിനെ? അച്ഛൻ വന്നില്ല ദിവാകരേട്ടാ. ടൗണിൽ നിന്ന് ചിലപ്പോ ബസ് കിട്ടിയിട്ടുണ്ടാവില്ല. അതാ കാലത്ത് വന്ന് കൊണ്ടുപോയിക്കോളൂ. പാവം പൊന്നുകുട്ടി ഒരുപാട് സങ്കടപ്പെട്ട ഉറങ്ങിയത്. അച്ഛന്റെ ഭജനപ്പാട്ട് കേൾക്കണമെന്നും പറഞ്ഞ് എപ്പോഴാണ് ഞാൻ ഇവളുടെ തന്തയായത്? വൈറ്റി കുരുത്തതും തടിലോറി പറഞ്ഞ് തന്തയത്തു. പുറത്തോട്ടിറങ്ങിയപ്പോ തള്ളിയും തങ്കപ്പെട്ട ഉരുപ്പടിയല്ലേ. എന്നിട്ടിപ്പോ ദിവാകരന്റെ മണ്ടക്ക് ഇരുന്നോട്ടേന്ന്. അപ്പന്റെയും മോടേയും പൂതി മനസ്സിലിരിക്കത്തുള്ളൂ. മനസ്സിലായേ? എന്റെ അനിയത്തിയുടെ കുഞ്ഞത് പെറ്റെന്റെ കയ്യിലിട്ടിട്ട് അവള് പോയത്. അതിന് ഞാനും വയ്യണ്ടായി എന്റെ അച്ഛനല്ലത് വേറെ ആരാ ഉള്ളത്? ആർക്കും വേണ്ടെങ്കിലും എനിക്ക് വേണം അവളെ. എന്റെ മോളത്. അവളുടെ അമ്മയെ ഞാൻ. തന്തയ്ക്ക് മോക്ക് അറിയാൻ മേലെ ദിവാകരനെ ചാവട്ടി കുട്ടി ചാവ് കയറ്റി തള്ളി ഞാൻ എല്ലാത്തിനും നേരം മുടക്കട്ടെ. ഇതോടെ കഴിക്കും മക്കളെ. കഴിഞ്ഞില്ലടേ? വേഗം വേഗം കഴിച്ചു. അണ്ണാക്കടിക്ക് ഇട്ടുകൊടുത്ത് മതി. ഇതും കൂടെ ഒന്ന് കൊടുത്തോട്ടെ. അതൊക്കെ നിന്റെ തന്ത മേടിച്ചു കൊടുത്തോളൂ. ദിവാകര അത് സമാധാനം കഴിക്കണടാ. ഉച്ചയ്ക്ക് മുമ്പ് രാഘവം വരെ ഇല്ലാത്ത പണി നീ കാണിക്കുന്നത്. കഴിച്ചിട്ടില്ല. എന്റെ കുഞ്ഞിന് ഇതുകൂടെ ഒന്ന് കൊടുത്തോട്ടെ. അങ്ങോട്ട് നടക്കും. എന്തെങ്കിലും കൊടുത്തോട്ടാ. എന്റെ മക്കൾ കരയല്ലേ? വിഷമിക്കണ്ട കേട്ടോ. അമ്മ 2 ദിവസം കഴിഞ്ഞ് വരാം കേട്ടോ. ഇതിനെ വളർത്താൻ മേലെങ്കിലേ വല്ല തീവണ്ടിക്ക് മുമ്പിൽ ഇറങ്ങി ഇല്ലാണ്ടാക്കണം. അല്ലാതെ എന്റെ മണ്ടയ്ക്ക് കെട്ടിവെക്കുന്ന ഭാവങ്ങ അനുഭവിക്കണ്ട അന്തേമോളും. എടാ കുഞ്ഞെ, അതിനും വേണ്ടി ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തുണ്ടായെന്നോ? ചന്ത പോയിട്ട് നേരം അങ്ങോട്ട് പുളുത്താന്ന് പറഞ്ഞിട്ടല്ലേ ഇയാൾ കൊച്ചിനെ വീട്ടിൽ നിർത്തിട്ട് പോകുന്നത്. എന്നിട്ട് ഇപ്പൊ ദിവസത്തിലായി. ഇതിന് പള്ളയിൽ ഉണ്ടാക്കാനല്ല ദിവാകരൻ പണിയെടുക്കണേ. തലേ കാരണമുണ്ടോ തന്തയ്ക്ക്? പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. പിന്നെയും ദിവാകരനെ അണ്ണാക്കിലോട്ട് ഉണ്ടാക്കല്. എന്താ രാഘവ? എന്ത് പാടൂ? താൻ തീർക്കോ? ഇങ്ങോട്ടുണ്ടാക്കിയ എന്റെ വണ്ടി കാശാ. ഇനി ഈ കളിക്ക് നിന്നാ പൊന്നുമോളി പരിവരില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. മോക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ആരാടോ ഇയാള്? അരുമോനാ. മണലടിക്കാൻ നിൽക്കാതെ മരുമോൻ വണ്ടിപ്പണിക്ക് നടക്കുക എന്ന് കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ അയാളോട് ഒരു മതിപ്പാ തോന്നിയത്. പുഴയെന്ന് നിധി കിട്ടുമെന്നും പറഞ്ഞ് കാലം കളഞ്ഞില്ലല്ലോ.
പിന്നെ അധ്വാനിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നലും. അധ്വാനിക്കുന്നുണ്ട്, ഇല്ലെന്നാരാ പറഞ്ഞേ? ചില്ലി പൈസ അനാമത്ത് കളയത്തുമില്ല. പക്ഷെ അതുകൊണ്ട് ആർക്ക് എന്ത് ഗുണമാടും? യവന്റെ കൂടെ അയച്ചേ പിന്നെ കീറിത്തുന്നാത്തൊരു ബ്ലൗസ് ഇട്ടെന്റെ മോളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു കൈലിമുണ്ട് വാങ്ങണമെങ്കിൽ കോഴിയെ വളർത്തി മുട്ട വിറ്റും എന്റെ കുഞ്ഞ് തന്നെ നുള്ളിപ്പിറക്കി ഉണ്ടാക്കണം. വണ്ടിക്കാളയ്ക്ക് പുല്ലെറിഞ്ഞു കൊടുക്കണ പോലെ 3 നേരവും പള്ള നിറയ്ക്കാനുള്ളത് ഇട്ടു കൊടുക്കും. വാരി തിന്ന് മിണ്ടാതെ കിടന്നോണം. എന്റെ മോളായിട്ടാടും. ലോകത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിൽ എന്നേ ഇട്ടെറിഞ്ഞു പോയേ. ദരിദ്രനാടോ, പരമദരിദ്രൻ. എന്നാലും എന്റെ 2 പെമ്മക്കളെയും രാജകുമാരിമാരെ പോലാ ഞാൻ വളർത്തിയത്. അറിയാലോ തനിക്ക്. അമ്മയില്ലാത്ത ദണ്ണം ഒരു കാര്യത്തിലും അവരറിഞ്ഞിട്ടില്ല. ഒന്നും ചൊവ്വായില്ല. ഇളയതിനെ ദൈവം നേരത്തെ വിളിച്ചു. ഇതിന്റെ അനുഭവം ഇങ്ങനെ. എന്റെ കാര്യത്തിൽ എനിക്ക് ഒരു വേവലാതിയില്ല. ഏതെങ്കിലും ഒരു പൂരക്കാലം ഒടുങ്ങുമ്പോൾ ഒരു ബലൂൺ പൊട്ടണ പോലെ തീർന്നു കിട്ടും. പക്ഷെ ഈ കുഞ്ഞ് അതിനൊരു ജീവിതമില്ലേ? അമ്പലപ്പറമ്പ് തോറും നടന്ന് ഇല്ലാണ്ടാവുകയാത്. എന്താ മോളെ പോകുന്നത്? ഗുരുവായപ്പന്റെ കൂടെ ചന്ദ്രേട്ടനും പറഞ്ഞതല്ലേ ആനവാലി ചോദിക്കാന്ന്. വന്നേ വാങ്ങിക്കാൻ ഇത്തിരി കഴിയട്ടെ മോളെ. പറ്റില്ല അപ്പൂപ്പ കളിപ്പിക്കാം. വാ വന്നേ, വേഗം വാ അപ്പൂപ്പ. അവിടെ അവിടെ അപ്പൂപ്പൻ പറഞ്ഞു അവിടെ വന്ന് എന്തെങ്കിലും കഴിക്കാൻ. 7ാമത്തെ വയസ്സ് കെട്ടിയെടുത്ത നിന്റെ തന്ത അന്ന് മുതൽ ഇന്ന് വരെ ഒരുത്തന്റെ സഹായമില്ലാതെ നിന്നെ വളർത്തിയത്. 4 ലക്ഷം പഠിച്ച് ഈ നശിച്ച് നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനല്ല പൂതി. നീതി വാരാനാ. ഞാൻ ചത്തിട്ട് മതിയിടാതെ. എന്താ പങ്കാച്ചിയമ്മേ? ആശുപത്രിയിൽ ഒന്ന് കാണാൻ വന്നതാ. ഒന്ന് ഒതിച്ചു കെട്ടാൻ. ചാവ് കയറ്റി മുങ്ങാൻ പോയിരിക്കണം തന്തക്കാലൻ. തന്തയുടെ അറിവ് മനസ്സിലുണ്ടെങ്കിൽ ഇവൻ ഈ പണിക്ക് പോവോ? എന്റെ തലവിധി. അല്ലാതെന്താ? നടക്കണം അങ്ങോട്ട്. നിന്റെ ഒടുക്കത്തെ പോക്കിന് നിർത്തി തരാം. കടയിലെ ലാസറിയാൻ ഇന്നാള് പറയുവാ ചാവുകത്തി പോയാ ചത്തുപോകുന്നു. നേരാണോ? മോൻ ഇതൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. ഇത് കഴിഞ്ഞല്ലേ? ചേട്ടാ ഒരു ചായ എടുക്കട്ടെ? വേണ്ട. ഇന്നാ ചായ. ഇവനാ മിടുക്കൻ. റേഷൻ കടയിലേക്ക് ചരക്കെടുക്കാമെന്നതാ. അതെടുക്കണ നേരം കൊണ്ട് 100 രൂപ കാശ് വേറെ ഉണ്ടാക്കും. അതുള്ളതാ. പക്ഷെ ആർക്കാ ഗുണം? ഒരു വെയിലത്തിരുന്ന് പണിയെടുത്താൽ 1 ഗ്ലാസ് നാരങ്ങ വെള്ളം കാശ് കൊടുത്ത് കുടിക്കല. ഒരു കൂട്ട് കാജ മേടിച്ചാലേ ഒരാഴ്ചയാ കണക്ക്. ദിവാകര, നേരമുണ്ടെങ്കിൽ ആ ലൈലിന്റെ ബാക്ക് കൂടി നോക്കാം. ശരിയാക്കാം. പിറ്റടാ വണ്ടി ഒന്ന് മാറ്റിയിടണേ. നീ ലൈസൻസ് എടുത്താ? എടുക്കണം. ആ ചാർലിയോട് പറഞ്ഞ് എടുത്ത് വെച്ചേക്ക്. ചിലപ്പോ ഒന്ന് ഒത്തു വന്നേക്കും. വണ്ടിയോ? എവിടുന്നാ? വണ്ടിക്കാരൻ കേട്ടപ്പോ അവന്റെ ഒരു ഇളക്കം നോക്ക്. അത് പിന്നെ ഒരു ലോറി വാങ്ങുന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്ന. കാളവണ്ടി ആയിട്ട് ഈ പട്ടണത്തിൽ കാല് കുത്തിപ്പോ ഉറപ്പിച്ചതാ. പിന്നെ എലിഞ്ഞിപ്പാലം വരാൻ പോണെന്ന് കേട്ടപ്പോ അതങ്ങ് ഉറച്ചു. പാലം വന്നു കഴിഞ്ഞാ പിന്നെ കാളവണ്ടി ആയിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഏതാ വണ്ടി? വണ്ടി നമ്മുടെ കരുണേട്ടന്റെ ലൈലന്റാ. നമ്മുടെ ബഷീർ ഓടിച്ചിരുന്ന. കഴിഞ്ഞ ദിവസം അടിവാരത്ത് വെച്ച് കണ്ടപ്പോ എന്നോടൊന്ന് സൂചിപ്പിച്ചു, മോളുടെ കല്യാണക്കല്ലേ അതിന്റെ ഒരു ടൈറ്റ്. അല്ലെങ്കിൽ മൂപ്പർ കൊടുക്കൊന്നുമില്ല കേട്ടോ. വല്ലതും അതൊന്നും ചോദിച്ചില്ല. കുഴപ്പമില്ല, നമുക്ക് ഉറപ്പിക്കാം. ആട്ടെ, അന്റെ കയ്യിൽ ഇപ്പൊ എത്ര ഉണ്ട് സമ്പാദ്യം? ഒരു 10-30 കാണും. ഒരു കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും ഒരു 40 ഒപ്പിക്കാൻ നോക്ക്. ബാക്കി നമുക്ക് CC ഇടാം. CC-യോ? എടാ, CC എന്ന് കേട്ടാ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. അത് മാസാമാസം കടഞ്ഞു പോയിക്കോളും. നീ വിചാരിച്ച ദിവസം 100-150 ഉണ്ടാക്കാനാ പാട്. ദേ, സമാധാനായിട്ട് കാശുണ്ടാക്കാനുള്ള വഴി നോക്കും. അടുത്ത മാസം ദേ
താക്കോല് മേടിച്ച് ഞാൻ കയ്യിൽ തരും. ഫോറുണ്ടേ പൊള്ളാച്ചിന്നാണടാ. അയ്യോ നീ വണ്ടി മാറ്റിട്ടോ. ഇതൊക്കെ കൂടാ എന്നെടുത്തോ. ഓക്കെ സാർ. എത്രയായി? എന്താ സാർ, ഇനി വേറെ എന്തെങ്കിലും വേണോ? അത്രയൊരു ബ്ലൗസിങ്. ശരി. മുതലാളി ഇതാ വരുന്നു. ദിവാകരോ, അത് ചോദിക്കാൻ മറന്നു. കൊച്ചിനെ കൊണ്ട് രാഘവന്റെ കൈ തള്ളിയേച്ച് പോയപ്പോ എന്നാ പറഞ്ഞു മൂപ്പിലാൻ? തന്തയുടേത് കുരുട്ട് ബുദ്ധിയാ. ഇടയ്ക്കും പിഴയ്ക്കൊക്കെ ഇങ്ങനോട്ട് തള്ളിയേച്ച് പോയാ നിന്റെ മനസ്സെങ്ങാനും മാറിയാലോ. പെങ്കൊച്ച നോക്കിയും കണ്ടുമൊക്കെ നിന്നില്ലേ തലയിലിരിക്കും. നിന്റെ അടുത്ത് പണി നടക്കല്ലെന്ന് എനിക്കറിയാം. രാധാക്കേ, ഞാൻ സ്കൂളിൽ പോവാ. ഉണ്ണിക്കുട്ടാ, ഒന്ന് വേഗം വാ അപ്പൂപ്പാ, സ്കൂളിൽ ബെല്ലടിക്കും. ദേ നിക്ക്, വെള്ളം മറന്നു. ഓ അത് മറന്നു. സൂക്ഷിച്ചു പോണേ. ആ. ഇവിടുന്നുള്ള പള്ളക്കുടത്തിപ്പോ ഓർക്കുമ്പോഴാ എന്തൊരു നടപ്പാ. അതിന്റെ ഇടയിൽ പുഴയിലെങ്ങാനും വെള്ളം പൊങ്ങി തീർന്നു. ജോസേ വരാൻ വേണ്ടി കാത്തിരിക്കുക. എന്നാൽ എനിക്ക് സമാധാനാവും. ആളെന്ന് വരും? മാർച്ചില് മതിയാക്കി പോരുക. ആ സുഗന്ധി, മണ്ണെണ്ണ നാളെ തരാട്ടോ. റേഷൻ വാങ്ങാൻ പോയില്ല, അതുകൊണ്ടാ. അത് സാരില്ല. വാസുകൊണ്ട വീട്ടിലേക്കാ 3-4 ദിവസമായിട്ട് ഉറങ്ങണ്ട മനുഷ്യന്. പൂജയും മന്ത്രവാദവും ഗുരുതയും. ഇനി വന്നേ, മിനിയാന്നേ എന്റെ പശു പറ്റപ്പോ മറവിളക്ക് വന്നിരിക്കുന്നു. വാസുട്ടിന്റെ ഭാര്യ അങ്ങ് വടക്കങ്ങാണ്ടുള്ള ദുർമന്ത്രവാദിയാ. മുടിഞ്ഞൊരു നാട്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്റെ ദേവിയെ.